യെസ്, അങ്ങനെ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട സഭയിൽ ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വർണ്ണപ്പാളി വിഷയം തന്നെയാണ് പ്രതിപക്ഷം ഇന്നും നിയമസഭയിൽ ഉന്നയിക്കാൻ പോകുന്നത്. ഇന്നലെ നിയമസഭയിൽ നടന്നതിന് സമാനമായി തന്നെ ചോദ്യോത്തര വേളയിൽ തന്നെ ശബരിമല വിഷയം ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. യെസ്, ഈ വിഷയം പരിഗണിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടത് അടക്കമുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യോത്തര വേളയിൽ ഉണ്ടാകും. വിജിൻ മായാന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. വിജിൻ, എങ്ങനെ നിയമസഭാ സമ്മേളനം തുടരുമ്പോൾ മറ്റൊന്നുമല്ല, സ്വർണ്ണപ്പാളി തന്നെയാണ് ഇന്നും പ്രധാന വിഷയമായി പ്രതിപക്ഷം ഉയർത്തുക. ഇന്നലെ കണ്ടതിന് സമാനമായി ഒരുപക്ഷെ അടിയന്തര പ്രമേയ അംഗങ്ങളൊക്കെ ചോദിക്കാതെ ചോദ്യോത്തര വേളയിൽ തന്നെ ഈ വിഷയം ഉയർത്തി പ്രതിഷേധിക്കാനുള്ള ശ്രമങ്ങൾ, അങ്ങനെയാണെങ്കിൽ സഭ തടസ്സപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ ഇന്നിപ്പോൾ നിയമസഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാനുള്ള ആലോചന കൂടി ഉണ്ടോ വിജിൻ? എന്തായാലും ഇന്നും വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ സഭയിൽ അരങ്ങേറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സ്വർണ്ണപ്പാളി വിഷയം തന്നെ ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് പ്രതിപക്ഷം കടക്കുന്നത്. അതിന് അവരുടെ കയ്യിൽ നിരവധി ആയുധങ്ങളുണ്ട്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് അതിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചെങ്കിലും പക്ഷേ ഗുരുതരമായ കണ്ടെത്തലുകൾ, നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ സ്വർണ്ണപ്പാളി കാണാതായതുമായി ബന്ധപ്പെട്ടും സ്വർണ്ണപ്പാളി പുതുക്കാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉയർത്തുന്നത്. അതായത് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഗുരുതരമായ വീഴ്ചയും ഒപ്പം തന്നെ ഈ സ്വർണം നഷ്ടപ്പെട്ടതായിരിക്കാം എന്നുള്ളൊരു നിരീക്ഷണം ഉൾപ്പെടെ കോടതി നടത്തിയിട്ടുണ്ട്. വിജിലൻസ് പരിശോധന വെള്ളിയാഴ്ചക്കകം പൂർത്തിയാക്കാനും അതിനുശേഷം അതുകൂടി പരിശോധിച്ച് SIT, അതായത് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് ഹൈക്കോടതി തന്നെ നിയമിച്ചിട്ടുള്ളത്. അത് ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ്, അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലെയും റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള ഒരു പ്രധാന ആയുധം തന്നെയാണ് ഈ സ്വർണ്ണപ്പാളി വിഷയം എന്ന് പറയുന്നത്. ഭരണപക്ഷം ഇതിൽ ഒരു അന്വേഷണം തങ്ങൾ തന്നെ ആവശ്യപ്പെട്ടതാണ് എന്നുള്ള മറുവാദം ഒക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ലാതെ ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തുവിടുന്നു. അതിനുശേഷം അതിൽ സ്വർണം നഷ്ടപ്പെടുന്നു, ലോഹങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. ഇതൊന്നും പരിശോധിക്കാതെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വീണ്ടും കൊടുത്തുവിട്ടതായുള്ള ആരോപണങ്ങൾ ഉയരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നിയമസഭയ്ക്ക് അകത്ത് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നത്. ഒപ്പം തന്നെ ഈ ഭരണപക്ഷം ഇക്കാര്യത്തിൽ പറയുന്നത് എന്തുകൊണ്ട് ഒരു നോട്ടീസ് പോലും നൽകാതെ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനും മറുപടി പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി പോലും നിഷേധിച്ചുകൊണ്ടാണ് സ്പീക്കർ അത് തള്ളിക്കൊണ്ടാണ് അതിലുള്ളൊരു നിലപാട് സ്പീക്കർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ പിന്നെ എങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ചോദിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കായി ആവശ്യപ്പെട്ടാൽ അതൊന്നും പരിഗണിക്കാൻ ഭരണപക്ഷം തയ്യാറാകുന്നില്ല. ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിന് എന്തൊക്കെ മറച്ചുവെക്കാനുണ്ട് എന്നുള്ള കൃത്യമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചാണ് ഇക്കാര്യത്തിലുള്ള വലിയ വിമർശനം, പ്രതിഷേധമൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇരിക്കുന്നത്. ശരി വിജിൻ, അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ ഇന്നും സ്വർണ്ണപ്പാളി വിഷയത്തിൽ സഭ സംഘർഷഭരിതമാകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. എന്നാൽ നമുക്ക് ഈ വിഷയത്തിൽ മാത്രമാണ് അടിയന്തര പ്രമേയ ചർച്ച നടക്കാത്തതെന്ന് തോന്നുന്നു. കാരണം മിക്കവാറും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിലൊക്കെ സർക്കാർ ചർച്ചയ്ക്ക് അനുവദിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാർ അല്പം പ്രതിരോധത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ അടിയന്തര പ്രമേയോ അല്ലെങ്കിൽ അടിയന്തര പ്രമേയ നോട്ടീസിനൊക്കെ ചർച്ചയ്ക്കൊക്കെ ഒന്നും അനുവാദം കൊടുക്കാത്ത, അവതരണത്തിന് പോലും അനുമതി കൊടുക്കാത്തതിന് കാരണം. മാത്രമല്ല അവർ പറഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നത് കോടതിയുടെ പരിഗണനയുള്ള വിഷയമായതുകൊണ്ട് അതൊരു സഭയിൽ ചർച്ച ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എങ്ങാനും ചർച്ച നടത്തിയാലോ എന്ന് പ്രതിപക്ഷവും ചിന്തിക്കുന്നുണ്ടോ? ശരി, അപ്പോൾ എന്തായാലും നോക്കാം. നമുക്ക് 9 മണിയോടുകൂടെ നിയമസഭയിലേക്ക് വരാം, അവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നോക്കാം. ശരി.